നമസ്കാരം. നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. ഒറോട്ടിയും കോഴിക്കറിയും ആയിവ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കൊതി. പോയ കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ ഒറോട്ടിയും കോഴിക്കറിയും കഴിക്കാത്തവർ ആരുമുണ്ടാകില്ല. കേരളത്തെ തന്നെ നടുക്കിയ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുവാൻ വേണ്ടി പണം കണ്ടെത്താൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിൻ്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ ബേഡകം ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലുള്ള പള്ളത്തുംകാൽ മേഖലാ കമ്മിറ്റി തിങ്കളാഴ്ച വൈകിട്ട് പള്ളത്തുംകാൽ ബസാറിൽ രുചിയേറിയ ഒറോട്ടിയും കോഴിക്കറിയും ഒരുക്കിയത്. വയനാടൻ ജനതയുടെ കണ്ണീരൊപ്പാൻ ഡിവൈഎഫ്ഐ ഒരുക്കിയ വ്യത്യസ്തമായ പരിപാടിയെ ഉദ്ഘാടകനായ സിനിമാ നടൻ പി.കെ. ലോഹിതാക്ഷൻ പ്രത്യേകം അഭിനന്ദിച്ചു. ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഈ ഒറോട്ടിയും കോഴിക്കറിയും എന്ന പരിപാടി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ശേഖരണത്തിന് വേണ്ടി ഡിവൈഎഫ്ഐ പള്ളത്തുംകാൽ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഒറോട്ടിയും കോഴിക്കറി നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഗം ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായ ഡിവൈഎഫ്ഐക്ക് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാനും ഇവിടെ വന്ന് ഒറോട്ടിയും കോഴിക്കറിയും കഴിച്ചു. അതിന്റെ ഫണ്ട് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫണ്ട് നമുക്ക് എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ ഫണ്ട് സ്വരൂപണം നടത്തിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയണം. 2 ഒറോട്ടിക്കും 1 പ്ലേറ്റ് കോഴിക്കറിക്കും 100 രൂപയാണ് മേഖലാ കമ്മിറ്റി ഈടാക്കിയത്. 4 മണിക്ക് തന്നെ ഒന്നാന്തരം കോഴിക്കറിയുടെ മണം പള്ളത്തുംകാലിൽ പരന്നു. സംഗതി അറിഞ്ഞവരും അറിയാത്തവരും ഡിവൈഎഫ്ഐ ഒരുക്കിയ പവലിയനിലെത്തി ഒറോട്ടിയും കോഴിക്കറിയും കഴിച്ചു. വീട്ടിലേക്ക് പാഴ്സലും വാങ്ങിയാണ് ചിലർ മടങ്ങിയത്. 800ഓളം ഒറോട്ടി തീർന്നതായി മേഖലാ സെക്രട്ടറി അഖിൽ പുലിക്കോട് പറഞ്ഞു. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേയാണ് 100 കണക്കിന് പേർ ഡിവൈഎഫ്ഐയുടെ മാതൃകാ പ്രവർത്തനത്തിന് കൈകോർത്തത്. സിനിമാ നടൻ പി.കെ. ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ബ്ലോക്ക് സെക്രട്ടറി അപ്പൂസ് കുണ്ടംകുഴി, ആൽബിൻ മാത്യു, അനിൽ കക്കോട്ടമ്മ, അഖിൽ പുലിക്കോട്, രാജേഷ് കക്കോട്ടമ്മ, രതീഷ് കക്കോട്ടമ്മ, ശ്രീജിത്ത് കൊല്ലമ്പണ എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ പള്ളത്തുംകാൽ മേഖലാ കമ്മിറ്റിയുടെ പുതുമയാർന്ന പരിപാടിയെയും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായവരെയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അപ്പൂസ് കുണ്ടംകുഴി പ്രത്യേകം അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത. റീബിൽഡ് വയനാട് നാശത്തെ മുൻനിർത്തിക്കൊണ്ട് വയനാട് ദുരന്തത്തിലകപ്പെട്ടവരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒട്ടനേകം ക്യാമ്പയിനുകൾ ഏറ്റെടുത്ത് അതിലൂടെ സാമ്പത്തിക സ്വരൂപണം നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായി ആക്രി ശേഖരണം, അതുപോലെ തന്നെ മുണ്ട് ചലഞ്ച്, അതുപോലെ തന്നെ മറ്റു മത്സ്യവില്പന തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വരികയാണ്. ഇതിന്റെ ഭാഗമായി പള്ളത്തുംകാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒറോട്ടിയും കോഴിക്കറിയും അതുപോലെ തന്നെ ഒരു കട്ടൻ ചായയും വിൽപ്പന നടത്തി ഇതിലൂടെ കിട്ടുന്ന ലാഭം ഈ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പള്ളത്തുംകാൽ പ്രദേശത്തിനകത്ത് എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ക്യാമ്പയിന്റെ സഹകരണത്തിന്റെ ഭാഗമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കുന്ന മുഴുവൻ മനുഷ്യസ്നേഹികൾക്കും ഡിവൈഎഫ്ഐ ബേഡകം ബ്ലോക്ക് കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുന്നു.